കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോവളം ഇൻ്റർനാഷണൽ ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ വെഞ്ഞാട് ഉദയ സ്റ്റോറിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ട്, അവരെ കാണിക്കാം. ഇത് മുഹമ്മദ് തോഗർ, ഇത് ദിലീപ് പാലാങ്കോണം, ഇത് ഷീന ചേച്ചി, ഇത് നമ്മുടെ സൈമ ചേച്ചി, പിന്നെ ഇത് നമ്മുടെ കുറുപ്പുമാമൻ, ഇത് നമ്മുടെ സ്നാക്സ് മേക്കർ രമേശ്. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് വിഴിഞ്ഞം അതുവഴി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് നേരെ കന്യാകുമാരിയായിട്ടാണ് പോകുന്നത്. അടുത്ത യാത്രയ്ക്ക് മുമ്പായിട്ട് എല്ലാവരും ചായ കുടിക്കുവാൻ സമീപത്തുള്ള ഒരു ചായക്കടയിൽ വന്നിരിക്കുകയാണ്. കുറുപ്പുമാമൻ പിള്ളേർക്കെല്ലാം ആൽപ്പല്ലിവ ലോലിപ്പോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ അതിൻ്റെ താളിൽ നിന്നും എടുത്തെടുക്കുകയാണ്. ചേച്ചിമാരെല്ലാം ലെമൺ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അപ്പുറത്തൊരു കടയിൽ പോയി അവർ ലെമൺ ജ്യൂസ് കുടിച്ചിട്ട് പിള്ളേർക്കെല്ലാം ടോയ്സൊക്കെ വാങ്ങി വരികയാണ്. ഇതാണ് നമ്മുടെ യാത്രാവാഹനം മഹീന്ദ്ര സുപ്രോ KL 21S 6461. ഇതിൽ തന്നെയാണ് നമ്മൾ ഇനി യാത്ര തുടരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നേരെ കന്യാകുമാരിയിലോട്ട് പോകാൻ പോവാണ്. നമ്മളിതാ യാത്ര തിരിക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത കന്യാകുമാരി കാണാം. വിഴിഞ്ഞത്തോട്ട് പോയിട്ടിരിക്കുകയാണ്. ഇതാണ് വിഴിഞ്ഞം റോഡ്. ഇവിടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി വളരെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധമായ കടലോര പ്രദേശമാണ് വിഴിഞ്ഞം. ഈ പ്രദേശം കൂടുതലായി അറിയപ്പെടുന്നത് പുരാതന വാണിജ്യ തുറമുഖമായ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിലാണ്. നഗരത്തിൽ നിന്നും ഏകദേശം 17 കിലോമീറ്റർ ദൂരത്തായി ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. 1622 ആദ്യത്തെ കത്തോലിക്ക പള്ളിയും ഇവിടെ സ്ഥാപിതമായി. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയ പോർട്ടാണിത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ കപ്പലുകൾക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഈ പോർട്ടിൻ്റെ പണി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ മികച്ചൊരു തുറമുഖമായി വിഴിഞ്ഞം പോർട്ട് മാറാൻ ഇടയുണ്ട്. നമ്മൾ യാത്ര ചെയ്തു വന്നത് പോർട്ടിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ്. എങ്കിലും പുലിമുട്ടിയുടെ നിർമ്മാണമൊക്കെ ഈ റോഡിൻ്റെ അപ്പുറ സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നേരെ ഈ റോഡിൻ്റെ അപ്പുറ സൈഡിലോട്ട് പോവുകയാണ്. അവിടെയാണ് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിക്കുന്നു. കടൽ അതിമനോഹരമായി നല്ല നീല ചേർന്ന് കിടക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ ഒരു കടലാണിത്, തുറമുഖമാണിത്. നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് നേരെ മത്സ്യബന്ധന മേഖലയിലോട്ട് പോവുകയാണ്. ഇവിടെയെല്ലാം ജനവാസം കുറവാണ്. കാരണം തുറമുഖ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് പലരെയും ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരെല്ലാം മലയോര മേഖലയിലോട്ട് കുടിയേറി പാർക്കുകയാണ്. എങ്കിലും അവിടെ നിന്ന് അവരെല്ലാം രാവിലെ വരും മത്സ്യബന്ധനത്തിന് വേണ്ടി. ഇതാണ് പ്രസിദ്ധമായ ജുമാ മസ്ജിദ്. വഴിയോരത്തിൽ ആടും കുട്ടികളൊക്കെ കിടക്കുകയാണ്. ഇതിനെല്ലാം ഇവർ കൂട്ടമായാണ് ആടും കുട്ടികളും ഇവർ മേയ്ക്കാൻ കൊണ്ടുവരുന്നത്. മേയ്ക്കാൻ വേണ്ടി ഇവിടെ പുല്ലൊന്നും അത്രയ്ക്കില്ല. കൂടുതലും വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചാണ് ജീവിക്കുന്നത്. ഇത് വല, മത്സ്യബന്ധനക്കാരുടെ വലയാണ്. അവർ ഇതിവിടെ സൂക്ഷിക്കുകയാണ്. അതിൻ്റെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കത്തോലിക്ക ചർച്ച്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വലിയ ചർച്ച്. ഇവിടെയാണ് മത്സ്യബന്ധന മേഖല. ഇവിടെ ഇപ്പം മീൻ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്.
വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. ഇനി നമ്മൾ നേരെ ആഴിമല ടെമ്പിളിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ആഴിമലയോട്ട് പോകാം. അങ്ങനെ നമ്മളെല്ലാവരും ആഴിമല ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം. ഇത് ഗണപതിയുടെ ബിംബം. ഇപ്പോൾ ക്ഷേത്രം അടച്ച സമയമായി. ഇനി നമുക്ക് ശിവൻ്റെ ബിംബം കാണണമെങ്കിൽ ഇവിടെ ക്യൂ നിന്ന് പാസ് എടുത്ത് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും പാസ് എടുത്തിരിക്കുന്നു. ഇനി നേരെ നമ്മൾ ശിവൻ്റെ ബിംബം കാണാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുന്നു. അത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ ബിംബം. അതിമനോഹരമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതികളൊക്കെ. അതിമനോഹരമായ വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. കടലും സമീപ സ്ഥലങ്ങളും എല്ലാവരും വളരെ ഭക്തിയിലാണ്. കൂടെ വന്നവരെല്ലാം നല്ല സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലുമാണ്. വന്നവരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ അനുഭവം എന്ന് ചോദിക്കാം. ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ശിവൻ്റെ ലിംഗമൊക്കെ കണ്ടു, ശിവൻ്റെ ചരിത്രം കണ്ടു, സീതാദേവിയൊക്കെ ഉണ്ട്. ഗംഗാദേവി കുഴപ്പമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മൾ കന്യാകുമാരി ഒറ്റ ട്രിപ്പായിട്ട് പോകാൻ വിചാരിച്ചാണ്. ഇനി ഇവിടെ നിന്ന് നേരെ കന്യാകുമാരി പോവാണ്. ബൈ. പ്രതിമ വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാനിത് കുറേ കാലം കൊണ്ട് ആലോചിച്ചതാണ്, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ വരാൻ 2 തീരെ ശ്രമിച്ചിട്ട് ഒക്കാതെ വന്നതാണ്. ഞാനും എല്ലാ വൈഫും കൂടെ ഇവിടെ വരാൻ തീരുമാനിച്ചതാണ്. ചില സാങ്കേതിക കാരണങ്ങളാണെന്ന് മുടങ്ങിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വന്നു പോയതിന്. വളരെ മനോഹരമായിട്ടുണ്ട്. വളരെയധികം ഭക്തി തോന്നത്തക്ക രീതിയിലാണ് അമ്പലവും ആ പ്രതിമയൊക്കെ ചെയ്ത, ശിവൻ്റെ പ്രതിമ ചെയ്ത വളരെ ഭക്തിപൂർവ്വം ചെയ്തേക്കുന്ന ഒരു പ്രതീതി ഉണ്ട്. സന്തോഷമുണ്ട്. കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. സമയം വൈകിയത് കാരണം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. എല്ലാവർക്കും വിശപ്പായി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുകയാണ്. കുറച്ച് പേര് വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 4 പേര് ആഹാരം ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. ബാക്കിയുള്ള നമ്മൾ 4 പേരും ഇവിടെ നിന്ന് ദോശയും സാമ്പാറും ഉഴുന്നുവടയും കഴിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ഇനി നമ്മൾ നേരെ ക്ഷമിക്കണം, എൻ്റെ ഫോണിലെ ചാർജ് തീർന്നത് കാരണം കൂടുതൽ ദൃശ്യങ്ങളൊന്നും പകർത്താൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഒരു 10% ബാറ്ററി ഉള്ളായിരുന്നു. അതിൽ പകർത്തിയ വീഡിയോസാണിത്. ഇത് നമ്മുടെ ബോട്ട് സർവീസാണ്. നേരെ ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലോട്ട് പോകുന്നു. ഈ സമയത്ത് എൻ്റെ ഫോൺ പൂർണ്ണമായിട്ട് ഓഫായിരിക്കുകയാണ്. ബാക്കിയുള്ള ദൃശ്യങ്ങൾ എൻ്റെ സുഹൃത്തായ ദിലീപിൻ്റെ മൊബൈലിൽ നിന്നാണ് പകർത്തിയത്. അവൻ്റെ ഫോണിലും ഏകദേശം 6% ചാർജ് മാത്രമേ ഉള്ളൂ. കൂടെ വന്ന ആരും തന്നെ പവർ ബാങ്കൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അത് കാരണം വീഡിയോസൊന്നും പകർത്താൻ കഴിഞ്ഞില്ല. ക്ഷമിക്കുക. കന്യാകുമാരിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് പോലുള്ള പ്രദേശമാണ് കന്യാകുമാരി. സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്താണ്. കന്യകയായ കുമാരിദേവിയുടെ സങ്കേതമെന്ന നിലയ്ക്കാണ് മുനമ്പിന് കന്യാകുമാരി എന്ന പേർ ലഭിച്ചത്. കന്യാതീർത്ഥം, കന്യാകൂപം, കുമാരിക്കോട് എന്നിങ്ങനെ പല രീതിയിൽ പുരാണങ്ങളിലും മറ്റും കന്യാകുമാരിയെ പരാമർശിച്ചിട്ടുണ്ട്. ഗോകർണം മുതൽ തെക്കോട്ട് നീണ്ടു കിടന്നിരുന്ന കേരളത്തിൻ്റെ ദക്ഷിണ ഗ്രാമമായാണ് കന്യാകുമാരി അറിയപ്പെട്ടിരിക്കുന്നത്. സാഗരത്രയങ്ങളുടെ സംഗമഘട്ടമായ കന്യാകുമാരി ചരിത്രാതീത കാലം മുതൽക്കേ ഭാരതത്തിലെ പുണ്യതീർത്ഥങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ ഒരു സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി നിരന്തരം വികസിച്ചു വരുന്ന കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രമെന്ന നിലയിലും പരക്കെ അറിയപ്പെടുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സൺസെറ്റൊക്കെ കണ്ട് വളരെ ഹാപ്പിയാണ്. സന്തോഷം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു.
അപ്പോൾ എല്ലാവർക്കും യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു വൈബായിരുന്നു. നമ്മളോട് തിരിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ വീഡിയോ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.